വെറുമൊരു കോതമ്പുമണിയാകാനല്ല അൽഫോൻസാമ്മ ആഗ്രഹിച്ചത്, മറിച്ച് പൊടിഞ്ഞമരുന്ന കോതമ്പുമണിയാകാനാണ്. വെറുമൊരു മുന്തിരിപ്പഴമാകാനല്ല അവൾ ആഗ്രഹിച്ചത്, ഞെരിഞ്ഞമരുന്ന മുന്തിരിപ്പഴമാകാനാണ്. സഹനത്തിൻ്റെ പുത്രി, അമ്മ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാൻ ഇത്രയേറെ സഹനത്തിന് ഇത്രയേറെ സാധ്യതകളുണ്ടെന്ന് വിളിച്ചു പറയാൻ, അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുഷ്പങ്ങൾ വർഷിച്ചുകൊണ്ട് സഹിക്കുന്ന എല്ലാവരിലും തേന്മഴയായി ഒഴുകാൻ അവൾക്ക് സാധിച്ചതെങ്ങനെയാണ്? ക്രിസ്തു നിന്നെ ചുംബിക്കാൻ അത്രയും നീ അടുത്തു വന്നു എന്നാണ് ഓരോ സഹനത്തിൻ്റെ നിമിഷത്തെക്കുറിച്ചും മഹാന്മാർ പറഞ്ഞു വയ്ക്കുന്നത്. അഗ്നിയിൽ സ്വർണവും സഹനത്തിൻ്റെ ചൂളയിൽ ദൈവ സ്വീകാര്യരായ മനുഷ്യരുമെന്ന് പ്രഭാഷകൻ കോറിയിരിക്കുന്നതിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ്. അല്ലെങ്കിലും വലിയ മനുഷ്യർക്കൊക്കെ ഈ വേദനയുടെ വടുക്കളുണ്ടായിരുന്നു എന്ന് ചരിത്രം സാക്ഷിക്കുന്നുണ്ടല്ലോ. ആദരണീയനായ അബ്ദുൾ ജെ കലാം അൽഫോൻസാമ്മയെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്: അൽഫോൻസാമ്മ സഫറിങ് എന്ന വാക്കിലെ അവസാനത്തെ 4 അക്ഷരം RING, റിങ്, മോതിരം കണ്ടെത്തിയവളാണ്. എത്ര സുന്ദരമായൊരു കാഴ്ചപ്പാടാണത്. സഫറിങ്ങിനകത്തൊരു റിങ്ങുണ്ട്. അതിൻ്റെ മനോഹാരിത അറിഞ്ഞു കഴിയുമ്പോഴാണ് ജീവിതത്തിന് ഇത്രയേറെ സൗന്ദര്യമുണ്ടെന്നും സാധ്യതയുണ്ടെന്നും ഒരാൾ തിരിച്ചറിയുന്നത്. കുർബാനയുടെ വഴി ഇതുതന്നെയാണ്. സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച ക്രിസ്തു സഹനത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും മഹത്വത്തിൻ്റെ മുദ്രമോതിരമുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലല്ലേ ഓരോ പരിശുദ്ധ കുർബാനയും? അതുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ സഹന ജീവിത നൊമ്പരങ്ങളിലും മുഴുവൻ ക്രിസ്തു നിന്നെ ചുംബിക്കാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്നൊക്കെ ഒരു തോന്നൽ നമ്മളെയൊക്കെ ഒത്തിരി വലിയ മനുഷ്യരാക്കും, വിശാല ഹൃദയത്തിന് ഉടമകളുമാക്കും. ഒപ്പം സഹിക്കുന്ന ഒരുപാട് പേരെ ചേർത്ത് നിർത്താനും അവരുടെ കണ്ണീരൊപ്പാനും അവർക്ക് സാന്ത്വനമാകാനുമുള്ള ജീവിതത്തിൻ്റെ വലിയൊരു നിയോഗവും അതിൽ ഉണ്ട് എന്ന് നമുക്ക് ഓർമ്മിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.